Hi students, welcome back to our GK class. Today we are going to study Standard 4 GK, page 38 and 39. Okay, so you take your text, page 38, reusing energy. Okay, reusing energy. The resources which are present in nature in unlimited quantity are called inexhaustible resources. They are also called renewable resources. നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഒരുപാട് റിസോഴ്സസ് കിട്ടുന്നുണ്ട് അല്ലേ? ഏതൊക്കെ റിസോഴ്സസ് ആണ് നമുക്ക് കിട്ടുന്നത്? നമുക്ക് പറയാം വാട്ടർ, വിൻഡ്, പിന്നെ എന്താണ് വുഡ്, അതുപോലെ പെട്രോളിയം, അതുപോലെ കോൾ, ഇതെല്ലാം നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഓരോ റിസോഴ്സസ് ആണ്. ഈ റിസോഴ്സസിനെ നമ്മൾ ഇൻഎക്സ്ഹോസ്റ്റബിൾ റിസോഴ്സസ് എന്നും എക്സ്ഹോസ്റ്റബിൾ റിസോഴ്സസ് എന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇൻഎക്സ്ഹോസ്റ്റബിൾ റിസോഴ്സസ് അല്ലെങ്കിൽ റിന്യൂവബിൾ റിസോഴ്സസ്. നമ്മൾ ഉപയോഗിക്കും തോറും തീർന്നു പോകാത്ത അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നിർമ്മിക്കാൻ പറ്റുന്ന റിസോഴ്സസിനെയാണ് നമ്മൾ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. പക്ഷെ ചില റിസോഴ്സസ് നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് അത് തീർന്നു പോയിക്കൊണ്ടിരിക്കും അല്ലേ? അതിനെ നമ്മൾ പറയുന്നതാണ്. In other hand, some resources are limited in nature. Limited ആയിരിക്കും nature. Once we use a particular resource, we cannot create it. ഒരിക്കലും നമ്മൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മൊത്തമായിട്ട് തീർന്നു പോകും. പിന്നെ നമുക്ക് അതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. These are called exhaustible resources. അങ്ങനെയുള്ള റിസോഴ്സസിനെ നമ്മൾ പറയുന്ന പേരാണ് exhaustible resources. Okay, so let us learn. Okay, can you see this? Given below is a list of natural resources of energy. Write I for inexhaustible sources and E for exhaustible sources. Okay, first one solar. Solar എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഎക്സ്ഹോസ്റ്റബിൾ സോഴ്സസ് ആണോ അതോ എക്സ്ഹോസ്റ്റബിൾ സോഴ്സസ് ആണോ? സോളാർ എന്ന് പറഞ്ഞാൽ ഇൻഎക്സ്ഹോസ്റ്റബിൾ സോഴ്സസിനകത്താണ് വരുന്നത്. അതുപോലെ തന്നെ പെട്രോളിയം. പെട്രോളിയം എന്താണ്? എക്സ്ഹോസ്റ്റബിൾ റിസോഴ്സസ് ആണ്. കാരണം നമ്മുടെ ഉപയോഗം കൂടുവാണെങ്കിൽ ചിലപ്പോൾ അതിന് ക്ഷാമം വരും, അല്ലെങ്കിൽ അത് ലഭിക്കാതെ കൊണ്ടൊക്കെ വരും. അപ്പോൾ പെട്രോളിയം എന്ന് പറയുന്നത് എക്സ്ഹോസ്റ്റബിൾ റിസോഴ്സസിനകത്ത് വരുന്നതാണ്. തേർഡ് വൺ ആറ്റോമിക്. ആറ്റോമിക് എന്താണ്? അത് ഇൻഎക്സ്ഹോസ്റ്റബിൾ റിസോഴ്സസ് ആണ്. ഓക്കെ, ഫോർത്ത് വൺ ജിയോതെർമൽ. ജിയോതെർമലും എന്താണ്? ഇൻഎക്സ്ഹോസ്റ്റബിൾ റിസോഴ്സസ് ആണ്. കോൾ. കോൾ എന്താണ്? കോള് എക്സ്ഹോസ്റ്റബിൾ റിസോഴ്സസിനകത്താണ് വരുന്നത്. പോലെ വിൻഡ്. വിൻഡ് എന്താണ്? ഇൻഎക്സ്ഹോസ്റ്റബിൾ റിസോഴ്സസ് ആണ്. പോലെ വാട്ടർ. വാട്ടർ ഇൻഎക്സ്ഹോസ്റ്റബിൾ റിസോഴ്സസ് ആണ്. വുഡ് എക്സ്ഹോസ്റ്റബിൾ റിസോഴ്സസ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് റൈറ്റ് ട്രൂ ഓർ ഫോൾസ്. നെക്സ്റ്റ് നമ്മൾ ട്രൂ ഓർ ഫോൾസ് എഴുതാനാണ്. വി ഷുഡ് ടേൺ ഓഫ് ദ എൻജിൻ ഇഫ് ദ കാർ സ്റ്റോപ്സ് ഫോർ മോർ ദാൻ 30 സെക്കൻഡ്സ്. അതായത് നമ്മൾ എൻജിൻ ഓഫ് ചെയ്യണം. എപ്പോഴാണ്? നമ്മൾ കാറ് ഒരു 30 സെക്കൻഡ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എൻജിൻ ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ എന്താണ് പറ്റുന്നത്? ധാരാളം പെട്രോൾ നഷ്ടപ്പെടും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പൊല്യൂഷനും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 30 സെക്കൻഡിൽ കൂടുതൽ ആകുമ്പോൾ, അല്ലെങ്കിൽ 30 സെക്കൻഡ് വരെ കാറ് നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഒരിക്കലും എൻജിൻ ഓഫ് ആക്കാതെ ഇടരുത്. ഓക്കെ, ദാറ്റ് ഈസ് ട്രൂ. നെക്സ്റ്റ് ഈസ് വി ഷുഡ് നോട്ട് സോക്ക് ദാൽ ഓർ റൈസ് ബിഫോർ കുക്കിംഗ് ദം. വി ഷുഡ് നോട്ട് സോക്ക് ദാൽ ഓർ റൈസ് ബിഫോർ കുക്കിംഗ് ദം. നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുന്നേ ഡാലോ റൈസോ ഒക്കെ നമ്മൾ
സോക്ക് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. സോക്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുമോ? ഇല്ല. ദാറ്റ് ഈസ് ഫോൾസ്. തേർഡ് വൺ, വി ഷുഡ് നോട്ട് burn dead leaves and branches. We should not burn dead leaves and branches. That is true. We should waste paper. നമ്മൾ പേപ്പർ വേസ്റ്റ് ആക്കി കളയണോ? That is false. Fifth one, we should save energy by switching off lights and fans when not in use. നമ്മൾ ഉപയോഗത്തിലില്ലായിരിക്കുന്ന സമയത്ത് ലൈറ്റ് ഫാനും ഒക്കെ ഓഫ് ചെയ്യണം. അത് ട്രൂ ആണ്. വി ഷുഡ് യൂസ് ബൈസൈക്കിൾസ് ടു ട്രാവൽ ഷോർട്ട് ഡിസ്റ്റൻസ്. നമ്മൾ കുറച്ച് ദൂരമേ നമുക്ക് യാത്ര ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ബൈസൈക്കിള് യൂസ് ചെയ്യുക, അല്ലേ? നമ്മൾ കാറോ അല്ലെങ്കിൽ ബൈക്കോ ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഒന്നെങ്കിൽ നമ്മൾ നടന്നു പോവുക അല്ലെങ്കിൽ ബൈസൈക്കിൾ യൂസ് ചെയ്യുക. അതുകൊണ്ട് പൊല്യൂഷൻ ഒത്തിരി കുറയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് ഈസ് മോർ ദാൻ ദർ ഈസ് എ ബോക്സ്. ക്യാൻ യു സീ ദിസ്? മോർ ദാൻ 900 million tons of carbon dioxide is released by cars, trucks, buses and other vehicles around the world every year. This harms our environment. അതായത് നമ്മുടെ കാറിൽ നിന്നും ബസ്സിൽ നിന്നും അതുപോലെ തന്നെ ട്രക്ക് ഇതിൽ നിന്നൊക്കെ ഏകദേശം 900 million tons ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണ് പുറത്തേക്ക് വരുന്നത്. അത് നമ്മുടെ എൻവയോൺമെൻറ്റിനെ വളരെ ദോഷകരമായിട്ട് ബാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈസ് പേജ് 39, the human brain. Okay, in humans the brain is about 2% of the total body weight. അതായത് മനുഷ്യ ശരീരത്തിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ടോട്ടൽ ബോഡി വെയ്റ്റിൻ്റെ 2% ആയിരിക്കും. However, it receives 50 to 20% of the body blood supply. Okay, a brain can survive for 4 to 6 minutes without oxygen before it begins to die. അതായത് ബ്രെയിൻ ഡെത്ത് ഒക്കെ സംഭവിക്കാമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ബ്രെയിന് 4-6 മിനിറ്റ് ഓക്സിജനെ കൂടാതെ സർവൈവ് ചെയ്യാൻ പറ്റും. എ ന്യൂ ബോൺസ് ബ്രെയിൻ ട്രിപ്പിൾസ് ഇൻ സൈസ് ഡ്യൂറിങ് ദ ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫ്. ന്യൂ ബോണിൻ്റെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾസ് ഇൻ സൈസ് ആയിരിക്കും ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫ് വരെ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇറ്റ് ഈസ് നോട്ട് ട്രൂ ദാറ്റ് വി യൂസ് ഓൺലി 10% ഓഫ് അവർ ബ്രെയിൻ. എവറി പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രെയിൻ്റെ 10% മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ്. അതായത് ബ്രെയിൻ്റെ എല്ലാ പാർട്സിനും അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെൽസ് സെൻഡ് ഇൻഫർമേഷൻ ടു ദ ബ്രെയിൻ അറ്റ് സ്പീഡ് ഓവർ 240 km/h. നമ്മുടെ ബ്രെയിനിലുള്ള സെൽസാണ് നെർവ് സെൽസ് എന്ന് പറയുന്നത്. നെർവ് സെൽസ് ഇൻഫർമേഷനെ സെൻഡ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് 240 km/h ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ചെക്ക് യുവർ അവയർനെസ്. വിച്ച് നമ്പർ ഷുഡ് കം ഇൻ ദ ബോക്സ്? ഓക്കെ, അതായത് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് നമ്പർ ഷുഡ് കം ഇൻ ദ ബോക്സ്. ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾ ABCD ഇങ്ങനെ എഴുതുക, Z വരെ എഴുതുക. എന്നിട്ട് ഈ ഓരോ നമ്പേഴ്സിനും റാങ്ക് കൊടുക്കുക. A1, B2, C3, D4, E5 ഇങ്ങനെ നിങ്ങൾ Z വരെ നിങ്ങൾ ഓരോ നമ്പേഴ്സിനും റാങ്ക് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്കത് പെട്ടെന്ന് എഴുതാൻ പറ്റും. അപ്പം Dക്ക് കൊടുത്തിരിക്കുന്ന റാങ്ക് എന്ന് പറയുന്നത് 4 ആണ്, അല്ലേ? ടെക്സ്റ്റിനകത്ത് അതല്ലേ കൊടുത്തിരിക്കുന്നത്. Kക്ക് കൊടുത്തിരിക്കുന്ന റാങ്ക് എത്രയാണ്? Kക്ക് കൊടുത്തിരിക്കുന്ന നമ്പർ 11 ആണ്. അതുപോലെ Oക്ക് കൊടുത്തിരിക്കുന്ന റാങ്ക് 15 ആണ്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് Tക്ക് കൊടുത്തിരിക്കുന്ന നമ്പർ എന്താണ്, അല്ലെ Tയുടെ റാങ്ക് എന്താണെന്നാണ് നിങ്ങൾ എഴുതുന്നത്. ഇനി Zന് കൊടുത്തിരിക്കുന്നത് 26 ആണ്. Tയുടെ
നമ്പർ എത്രയായിരിക്കും? T20. കണ്ടോ? ആൻസർ T യുടെ നമ്പർ 20.